അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ. സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ. ഇങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി പറഞ്ഞെങ്കിൽ നിങ്ങൾ AI ആയിക്കോട്ടെ, റോബോട്ട് ആയിക്കോട്ടെ, ഇന്ന് റോക്കറ്റ് സയൻസ് ആയിക്കോട്ടെ, ഇനി നാസയിലല്ല ഇന്ന് ഏടെ പോകുന്നെങ്കിലും എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബയോണിക് ചിപ്പാണ് അല്ലേ. ബയോണിക് ചിപ്പ് ആക്കുന്നിടത്താണ് എല്ലാ സീക്രറ്റും കിടക്കുന്നത്. ഇനിയിപ്പോൾ പേജറിൽ പൊട്ടിയതാണെങ്കിലും ഇനിയിപ്പോൾ വേറെടുത്തേക്കും പൊട്ടാൻ പോകുന്നതാണെങ്കിലും നമ്മളിപ്പോൾ ഒരു തീയിൽ ഫോൺ ഓഫാക്കി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് റെക്കോർഡാകുന്നതാണെങ്കിലും എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ബയോണിക് ചിപ്പാണ്. അത് അത്രയും നമ്മളിപ്പോൾ ആട്ടോമിക് പവർ ഉള്ളത് പോലെ തന്നെ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇനി വലിയ ഓഫീസ് ലെവലിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ലോകത്തിലെ ഏറ്റവും IQ പവറുള്ള ആളെ തപ്പിയിട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും തപ്പും അവർ. അതിൽ ഇന്ത്യയിൽ തപ്പിയപ്പോൾ ഏറ്റവും കൂടുതൽ അവർ കണ്ടത് സൗത്ത് ഇന്ത്യയാണ്. ആന്ധ്ര, തമിഴ്നാട്, കേരള, ഇങ്ങനെ കർണാടകത്തിൻ്റെ ആ ഭാഗത്തുള്ള ആളാണ്. അതിലേറ്റവും കൂടുതൽ കേരളത്തിലെ ആളെയാണ് അവർക്ക് എന്തെന്ന് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ അടുത്ത അവർ ഓക്കെ എല്ലാ ഐക്യല്ലോ ഓക്കെ, പക്ഷെ അവർ ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ. അപ്പോൾ ഇവർക്ക് ഭയം എന്താ പറഞ്ഞെങ്കിൽ ഈ ടെക്നോളജി വേറൊരു കയ്യിൽ പോയി കഴിഞ്ഞാൽ എന്ന് ചിന്തിച്ചിട്ട് എത്രയോ കമ്പനി മടങ്ങി എന്നാണ് പറയുന്നത്. അൺനോൺ സോഴ്സ്, എന്നോട് സോഴ്സ് ചോദിക്കേണ്ട, കേട്ട അറിവ് മാത്രമാണ്. അപ്പോൾ എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ ഈ ഇങ്ങനത്തെ സ്റ്റേജ് കെട്ടിയിട്ട് നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട്, എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, വലിയ വലിയ ടെക്നോളജി വലിയ ഹൈ ലെവലിലേക്ക് എത്തേണ്ട സംസാരിച്ചാൽ ഇപ്പോൾ ഓക്കെ നാട്ടിലിപ്പോൾ IAS കുറിച്ചിട്ടും IPS കുറിച്ചിട്ടും ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയറെല്ലാം വിട്ട് ആ ലെവലിൽ ചിന്തിക്കുന്നത് നാഷണൽ ലെവലാണ്. ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ വലിയ സയന്റിസ്റ്റ്, ഒരു സയന്റിസ്റ്റിനെയും അമേരിക്ക പോയിട്ട് ഒരാൾ പുറത്താക്കൂല, കയ്യും കാലും ഒന്നും കെട്ടിയുള്ളൂ. അപ്പം ഇങ്ങനത്തെ അങ്ങനത്തെ പ്രസംഗങ്ങൾ വെച്ചാൽ പുതിയ തലമുറക്ക് നല്ല തലയിൽ ഇങ്ങനത്തെ കയറി കഴിഞ്ഞാൽ അവർ ലോകത്തിൻ്റെ എവിടെ എത്തൂ, ലോകം ഭരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തൂ. പക്ഷെ നമ്മളെ തലയിൽ ഇങ്ങനെ ഓക്കെ. അപ്പം ഹാർബി ഫോളോ മീ, എന്താ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ.